ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. സംസ്ഥാനത്ത് നാളെ രാത്രി പെട്രോൾ പമ്പുകൾ അടച്ചിടും. ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് ആണ് പ്രതിഷേധിക്കുന്നത്. കൊച്ചി നഗരത്തിലെങ്ങും നടക്കുന്ന പുതുവത്സരാഘോഷങ്ങളിൽ പങ്കെടുക്കാനെത്തുന്നവർക്ക് സുഗമമായ യാത്രയൊരുക്കാൻ ഒരുങ്ങി കൊച്ചി മെട്രോയും. 31 രാത്രി 10:30 ശേഷം 20 മിനിറ്റ് ഇടവിട്ടായിരിക്കും സർവീസ്. തൃശൂർ പൂരം പ്രതിസന്ധി പരിഹരിച്ചു. പ്രതിസന്ധി തീർന്നത് എക്സിബിഷൻ ഗ്രൗണ്ടിന്റെ വാടക കഴിഞ്ഞ തവണത്തെ നിരക്കായ 42 ലക്ഷം മതിയെന്ന് മുഖ്യമന്ത്രി ചർച്ചയിൽ അറിയിച്ചതോടെ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് നാളെ രാത്രി പെട്രോൾ പമ്പുകൾ അടച്ചിടും. ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് ആണ് പ്രതിഷേധിക്കുന്നത്. നാളെ രാത്രി 8 മുതൽ മറ്റന്നാൾ പുലർച്ചെ 6 വരെയാണ് സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകൾ അടച്ചിടുക. സംസ്ഥാനത്ത് പുതുവത്സര തലേന്ന് പെട്രോൾ പമ്പുകൾ അടച്ചിടും. നാളെ രാത്രി 8 മുതൽ മറ്റന്നാൾ പുലർച്ചെ 6 വരെയാണ് സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകൾ അടച്ചിടുക. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി പെട്രോൾ പമ്പുകൾക്ക് നേരെ നടക്കുന്ന ഗുണ്ടാ ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് നടപടി. പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ മാർച്ച് 10 മുതൽ രാത്രി 10 മണി വരെയേ പമ്പുകൾ പ്രവർത്തിക്കുകയുള്ളൂവെന്നും അസോസിയേഷൻ വ്യക്തമാക്കി. ഗുണ്ടാ ആക്രമണം തടയാൻ ആശുപത്രി സംരക്ഷണ നിയമം പോലെ നിയമനിർമ്മാണം വേണമെന്നാണ് ആവശ്യം. ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സാണ് പ്രതിഷേധിക്കുന്നത്. പുതുവത്സര തലേന്ന് രാത്രി മുതൽ പുതുവത്സര ദിനത്തിൽ പുലർച്ചെ വരെ പെട്രോൾ പമ്പുകൾ അടച്ചിടുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുമെങ്കിലും ഗുണ്ടാ ആക്രമണത്തിനെതിരെ കർശന നടപടി വേണമെന്നാണ് വ്യാപാരികൾ ആവശ്യപ്പെടുന്നത്. രാത്രിയിലും മറ്റുമായി പലയിടത്തായി പെട്രോൾ പമ്പ് ജീവനക്കാരെ ആക്രമിച്ച സംഭവങ്ങൾ പലയിടത്തായി റിപ്പോർട്ട് ചെയ്തിരുന്നു. മീഡിയ ടൈം, കൊച്ചി. കൊച്ചി നഗരത്തിലെങ്ങും നടക്കുന്ന പുതുവത്സരാഘോഷങ്ങളിൽ പങ്കെടുക്കാനെത്തുന്നവർക്ക് സുഗമമായ യാത്രയൊരുക്കുവാൻ ഒരുങ്ങി കൊച്ചി മെട്രോയും. കൊച്ചി മെട്രോ സർവീസ് ജനുവരി 1-ാം തീയതി പുലർച്ചെ 1 മണി വരെ തുടരും. ഡിസംബർ 31 രാത്രി 10:30 ശേഷം 20 മിനിറ്റ് ഇടവിട്ടായിരിക്കും സർവീസ്. ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായി കൊച്ചി മെട്രോയുടെ സർവീസ് സമയം നീട്ടി. ജനുവരി 1 പുലർച്ചെ 1 മണി വരെ മെട്രോ സർവീസ് നടത്തും. ഡിസംബർ 31 രാത്രി 20 മിനിറ്റ് ഇടവിട്ടായിരിക്കും സർവീസ് നടത്തുക. പുലർച്ചെ 1 മണിക്കാകും ആലുവ SN ജംഗ്ഷൻ സ്റ്റേഷനുകളിൽ നിന്നുള്ള അവസാന സർവീസ്. ഗതാഗതക്കുരുക്കിൽപ്പെടാതെ പുതുവത്സരാഘോഷങ്ങൾക്ക് എത്തുന്നതിനും തിരികെ പോകുന്നതിനും പൊതുജനങ്ങൾക്ക് കൊച്ചി മെട്രോ സർവീസ് സഹായകരമാകുമെന്ന് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. നഗരത്തിലെങ്ങും നടക്കുന്ന പുതുവത്സരാഘോഷങ്ങളിൽ പങ്കെടുക്കാനെത്തുന്നവർക്ക് യാത്രാക്ലേശം ഉണ്ടാവാതിരിക്കാനായാണ് കൊച്ചി മെട്രോയുടെ സർവീസ് പുനഃക്രമീകരിച്ചത്. മീഡിയ ടൈം, കൊച്ചി. തൃശൂർ പൂരം പ്രതിസന്ധി പരിഹരിച്ചു. എക്സിബിഷൻ ഗ്രൗണ്ടിന്റെ വാടക കഴിഞ്ഞ തവണത്തെ നിരക്കായ 42 ലക്ഷം മതിയെന്ന് മുഖ്യമന്ത്രി ചർച്ചയിൽ അറിയിച്ചതോടെയാണ് 1 മാസത്തിലേറെയായി നിലനിന്ന പ്രതിസന്ധി തീർന്നത്. മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിൽ ദേവസ്വങ്ങൾ നന്ദി അറിയിച്ചു. എക്സിബിഷൻ ഗ്രൗണ്ടിന്റെ വാടക കഴിഞ്ഞ തവണത്തെ നിരക്കായ 42 ലക്ഷം മതിയെന്ന് മുഖ്യമന്ത്രി ചർച്ചയിൽ അറിയിച്ചതോടെയാണ് 1 മാസത്തിലേറെയായി നിലനിന്ന പ്രതിസന്ധി തീർന്നത്. തൃശൂർ പൂരം എക്സിബിഷൻ ഗ്രൗണ്ടിന്റെ തറ വാടക തർക്കം രാഷ്ട്രീയ പ്രതിസന്ധിയായി തിരിച്ചടിക്കുമെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് മുഖ്യമന്ത്രി തന്നെ യോഗം വിളിച്ച് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത്. 2,20 ലക്ഷം രൂപ തറവാടക വേണമെന്ന കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നിലപാട് തള്ളിയാണ് കഴിഞ്ഞ വർഷം നൽകിയ തുക ഇക്കൊല്ലവും നൽകിയാൽ മതിയെന്ന തീരുമാനം മുഖ്യമന്ത്രി അറിയിച്ചത്. തുക സംബന്ധിച്ച തർക്കത്തിൽ ഇക്കൊല്ലത്തെ പൂരം കഴിഞ്ഞ ശേഷം ചർച്ച തുടരും. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും തൃശൂർ ജില്ലയിലെ മന്ത്രിമാരും കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിൽ ദേവസ്വങ്ങൾ നന്ദി അറിയിച്ചു. തൃശ്ശൂർ പൂരത്തിൻ്റെ തറവാടകയുടെ എക്സിബിഷൻ്റെ തറവാടകയുടെ പ്രശ്നമുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഇന്നിപ്പോൾ തന്നെ ഇടപെട്ട് പരിഹാരം കണ്ടെത്തി. അതിയായ സന്തോഷമുണ്ട് ഇരു ദേവസ്വങ്ങൾക്കും, അതുപോലെ തന്നെ ദേശക്കാർക്കും പൂരം ആസ്വാദകർക്കും വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ നേരത്തെ പറഞ്ഞൊരു എമൗണ്ട് ഉണ്ടായിരുന്നു 42 ലാക്സ്. 23 കഴിഞ്ഞ പൂരം എക്സിബിഷൻ്റെ കൊച്ചിൻ ദേവസ്വം ബോർഡ് 2,20 2 ദേവസ്വങ്ങളും കൂടി പ്രപ്പോസ് ചെയ്തത് 42 ലക്ഷമായിരുന്നു.
അത് ഇതേ രീതിയിൽ അങ്ങ് പോയാൽ മതി എന്ന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഇതിൽ ഇടപെട്ട് ഒരു പരിഹാരം കണ്ടെത്തി. ഇതിനോടൊക്കെ വളരെ നന്ദി ഈ അവസരത്തിൽ ഏർപ്പെടുന്നു. മീഡിയ ടൈം, തൃശ്ശൂർ. 3 പതിറ്റാണ്ട് പഴക്കമുള്ള നടപ്പാലത്തിന്റെ ജീർണാവസ്ഥയ്ക്ക് പരിഹാരമായി. വർഷങ്ങളായി ജീർണാവസ്ഥയിലായിരുന്ന കനോലി കനാലിന് കുറുകെയുള്ള ചന്ദ്രാപിന്നി മധുരംപുള്ളി പാലമാണ് നവീകരിച്ച് സഞ്ചാരയോഗ്യമാക്കിയത്. ജനുവരി 1 രാവിലെ 9 നടപ്പാലം സഞ്ചാരത്തിനായി തുറന്നുകൊടുക്കും. കാട്ടൂർ, എടത്തിരുത്തി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിനാണ് നവകേരള സദസ്സിലൂടെ സൗഭാഗ്യം കൈവരിച്ചത്. പാലത്തിന്റെ കൈവരികളും അടിത്തട്ടും തകർന്ന ബീമുകളിലെ കോൺക്രീറ്റ് ഇളകി തുരുമ്പിച്ച കമ്പികൾ പുറത്തു കാണുന്ന നിലയിലായിരുന്നു. പാലത്തിലൂടെയുള്ള യാത്ര സുഗമമല്ലാതായതോടെ കാട്ടൂർ പഞ്ചായത്തും എടത്തിരുത്തി പഞ്ചായത്തും മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിരുന്നു. 30 വർഷം മുമ്പ് നാട്ടുകാർ പണം സ്വരൂപിച്ച് നിർമ്മിച്ചതാണ് മധുരംപുള്ളി പാലം. നാട്ടുകാർ നിർമ്മിച്ചതിനാൽ പഞ്ചായത്ത് രേഖകളിൽ പാലത്തിന്റെ രേഖകൾ ലഭ്യമായിരുന്നില്ല. നിലവിലുള്ള പാലത്തിന്റെ സ്ഥിതി നവകേരള സദസ്സിന്റെ ഭാഗമായി നടന്ന കുടുംബയോഗത്തിൽ E.T. ടൈസൺ MLA-യുടെ ശ്രദ്ധയിൽ നാട്ടുകാർ കൊണ്ടുവന്നതോടെയാണ് പാലത്തിന്റെ നവീകരണത്തിന് തുടക്കമായത്. MLA-യുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളെയും നാട്ടുകാരെയും ഉൾപ്പെടുത്തി സമിതി രൂപീകരിച്ച് ധനലക്ഷ്മി ബാങ്കിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടെ ലക്ഷ്യം കാണുകയായിരുന്നു. പുതുവത്സര ദിനത്തിൽ നാടിന് സമർപ്പിക്കുന്ന മധുരംപുള്ളി പാലം സഞ്ചാരയോഗ്യമാക്കിയെങ്കിലും ഭാവിയിൽ വാഹനങ്ങൾ ഉൾപ്പെടെ കൊണ്ടുപോകാനുള്ള പുതിയ പാലത്തിനായുള്ള ശ്രമങ്ങൾ തുടരുമെന്നും MLA പറഞ്ഞു. ജനുവരി 1 രാവിലെ 9 നടപ്പാലം സഞ്ചാരത്തിനായി തുറന്നുകൊടുക്കും. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട. പോലീസ് ജീപ്പ് തകർത്ത കേസിൽ 3 DYFI പ്രവർത്തകരെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ പോലീസ് ജീപ്പ് തകർത്ത കേസിൽ 11 പേർ റിമാൻഡിലായി. കേസിൽ CPM ഏരിയ സെക്രട്ടറി KS അശോകൻ, ഏരിയ കമ്മിറ്റി അംഗം ജിൽ ആന്റണി, ലോക്കൽ സെക്രട്ടറി AM മോഹനൻ എന്നിവർ തൃശൂർ സെക്ഷൻസ് കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കേസ് ജനുവരി 3 തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കോടശ്ശേരി കല്ലിക്കൽ പേരാമ്പ്രക്കാരൻ വീട്ടിൽ അശ്വിൻ, കിഴക്കേപ്പോട്ട അലവി സെന്റർ സ്വദേശികളായ മഞ്ഞാങ്ങ സാംസൺ, വലിയകത്ത് ഷാജഹാൻ എന്നിവരെയാണ് SHO KS സന്ദീപും സംഘവും ചേർന്ന് കസ്റ്റഡിയിലെടുത്തത്. പ്രതികളെ ഇരിഞ്ഞാലക്കുട കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇതോടെ പോലീസ് ജീപ്പ് തകർത്ത കേസിൽ 11 പേർ റിമാൻഡിലായി. ചാലക്കുടി ITI തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തെ തുടർന്നാണ് കഴിഞ്ഞ 22-ന് ചാലക്കുടി പോലീസിന്റെ ജീപ്പ് DYFI ഏരിയ പ്രസിഡന്റ് നിതിൻ പുല്ലൻ തകർക്കുകയായിരുന്നത്. നിതിൻ പുല്ലനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ച കേസിൽ CPM ഏരിയ സെക്രട്ടറി KS അശോകൻ, ഏരിയ കമ്മിറ്റി അംഗം ജിൽ ആന്റണി, ലോക്കൽ സെക്രട്ടറി AM മോഹനൻ എന്നിവർ തൃശൂർ സെഷൻസ് കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കേസ് ജനുവരി 3 തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതിനാൽ അവരുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ കോടതി തീരുമാനിക്കുന്നതിന് ശേഷം മാത്രമായിരിക്കും നടപ്പാക്കുകയുള്ളൂ. പോലീസ് ജീപ്പ് തകർത്ത കേസുമായി ബന്ധപ്പെട്ട പ്രതികളെ ഹാജരാക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ കൂടിയ അടിയന്തര യോഗത്തിൽ തീരുമാനമായില്ല. SFI സംസ്ഥാന ജില്ലാ നേതാക്കൾ പ്രതിപട്ടികയിലുള്ള പ്രവർത്തകരെ ഹാജരാക്കുന്ന കാര്യത്തിൽ വിസമ്മതം പറഞ്ഞതോടെ ഇരുകൂട്ടരും തമ്മിലുള്ള ഭിന്നത കാരണം യോഗം തീരുമാനമാകാതെ പിരിയുകയായിരുന്നു. CPM ജില്ലാ നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് P. ജോസ് കഴിഞ്ഞ ദിവസം ചാലക്കുടി DYSP S. സുനോജുമായി സംസാരിച്ച് ഘട്ടം ഘട്ടമായി പ്രവർത്തകരെ ഹാജരാക്കാമെന്നായിരുന്നു ധാരണയായിരുന്നത്. എന്നാൽ ഈ ധാരണ നടക്കാതെ വന്നതോടെ പോലീസ് പ്രതികളെ കസ്റ്റഡിയിലെടുക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് 3 പ്രവർത്തകരെ വെള്ളിയാഴ്ച ചാലക്കുടി സദേൺ കോളേജ് പരിസരത്ത് നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മറ്റുള്ള പ്രതികൾക്കായി പോലീസ് അന്വേഷണം ശക്തമാക്കിയും എന്നും പറയപ്പെടുന്നു. മീഡിയ ടൈം, ചാലക്കുടി. തൃശൂർ റൂറൽ ജില്ലാ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ജില്ലാതല സഹവാസ ക്യാമ്പിന് സെറിമോണിയൽ പരേഡോടെ സമാപനം. കൽപ്പറമ്പ് BVM സ്കൂളിൽ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന പരേഡിൽ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ നവനീത് ശർമ്മ IPS മുഖ്യാതിഥിയായി. 41 വിദ്യാലയങ്ങളിൽ നിന്നുള്ള 400ഓളം കേഡറ്റുകൾ 5 ദിവസങ്ങളിലായി നടന്ന ക്യാമ്പിൽ പങ്കെടുത്തു. ജില്ലാതല സഹവാസ ക്യാമ്പിന് സെറിമോണിയൽ പരേഡോടെ സമാപനം. കൽപ്പറമ്പ് BVM HS സ്കൂളിൽ നടന്ന സെറിമോണിയൽ പരേഡിൽ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ നവനീത് ശർമ്മ IPS മുഖ്യാതിഥിയായി. തൃശൂർ റൂറൽ ജില്ലാ അഡീഷണൽ SP പ്രദീപൻ വെയിൽസ്, DYSPയും തൃശൂർ റൂറൽ ജില്ലാ SPC പദ്ധതിയുടെ ജില്ലാ നോഡൽ ഓഫീസറുമായ സുരേഷ് എന്നിവർക്കും പരേഡ് അഭിവാദ്യം അർപ്പിച്ചു.
41 വിദ്യാലയങ്ങളിൽ നിന്നുള്ള 400ഓളം കേഡറ്റുകൾ 5 ദിവസങ്ങളിലായി നടന്ന ക്യാമ്പിൽ പങ്കെടുത്തു. തൃശൂർ റൂറൽ ജില്ലാ ADNO ജോയ്, സബ് ഇൻസ്പെക്ടർ മനോഹരൻ TR, പ്രധാന അധ്യാപിക ജെൻസി AJ, ഡ്രിൽ ഇൻസ്ട്രക്ടർമാർ, CPOമാർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ കേഡറ്റ് ഹാഫിസ് PS പരേഡ് കമാൻഡറായും കൊരട്ടി MAM HSSലെ സീനിയർ കേഡറ്റ് KS നിവേദിത സെക്കൻഡ് ഇൻ കമാൻഡറായും പരേഡ് നയിച്ചു. മീഡിയ ടൈം, വെള്ളാങ്കല്ലൂർ. ആനിമേഷന്റെയും നിർമ്മിത ബുദ്ധിയുടെയും അനന്ത സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ലിറ്റിൽ കൈറ്റ്സിലെ കൊച്ചു പ്രതിഭകൾ. പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചതുർദിന ക്യാമ്പാണ് വിവരസാങ്കേതിക വിദ്യയിലെ നവീന പരീക്ഷണങ്ങളുടെ വേദിയായത്. പൂർണ്ണമായും സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ക്യാമ്പിൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. കൊടുങ്ങല്ലൂർ ഉപജില്ലയിലെ 13 ഹൈസ്കൂളിൽ നിന്നുള്ള 9ാം ക്ലാസ്സുകളിൽ പഠിക്കുന്ന 108 കുട്ടികൾക്കാണ് കൈറ്റ് നേതൃത്വത്തിൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. സ്കൂൾ തലത്തിൽ പ്രവർത്തിക്കുന്ന ലിറ്റിൽ കൈറ്റ്സ് ക്ലബ് അംഗങ്ങളിൽ മികച്ച പ്രകടനം നടത്തിയവരാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. അനിമേഷൻ, പ്രോഗ്രാമിംഗ് എന്നീ വിഭാഗങ്ങളിലായി വെവ്വേറെ പരിശീലനം നൽകുന്നത്. ഓപ്പൺ ടൂൺസ്, ബ്ലെൻഡർ എന്നീ അനിമേഷൻ സോഫ്റ്റ്വെയറുകളും റോബോട്ടിക്സ്, സ്ക്രോച്ച്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നീ പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയറുകളും ഉപയോഗിച്ചുള്ള പരിശീലനമാണ് നൽകുന്നത്. അനിമേഷൻ, പ്രോഗ്രാമിംഗ് മേഖലകളിലുള്ള പുതിയ തൊഴിൽ സാധ്യതകൾ പരിചയപ്പെടുത്തുന്ന ക്യാമ്പിൽ നിന്നും തെരഞ്ഞെടുത്ത കുട്ടികൾക്ക് ജില്ലാതല ക്യാമ്പിൽ പങ്കെടുക്കാം. പൂർണ്ണമായും സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ക്യാമ്പിൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ജില്ലയിലെ കൈറ്റ് മാസ്റ്റർ ട്രെയിനറായ ഹസിൻ ജോസഫ്, സ്കൂൾ IT കോർഡിനേറ്റർമാരായ നീരജ് UB, കൃഷ്ണപ്രസാദ്, CB ജിഷ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി നാട്ടിൽ നടന്നത്. പുതുവത്സരാഘോഷത്തിന് മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി പോലീസ് ഡോഗ് സ്ക്വാഡ് K9 കൊടുങ്ങല്ലൂരിൽ പരിശോധന നടത്തി. പുതുവർഷാഘോഷത്തിന്റെ ഭാഗമായി ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും ഉപയോഗവും തടയുന്നതിനായാണ് കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറം ആംഫി തിയേറ്റർ, അഴിക്കോട് മുനയ്ക്കൽ ബീച്ച് തുടങ്ങിയ പ്രദേശങ്ങളിൽ സ്ക്വാഡ് പരിശോധന നടത്തിയത്. ലഹരി വസ്തുക്കൾ കണ്ടെത്തുന്നതിൽ പ്രത്യേക പരിശീലനം നേടിയ മാക്സ് എന്ന പോലീസ് നായയാണ് പരിശോധനയ്ക്കെത്തിയത്. അഴിക്കോട് മുനയ്ക്കൽ ബീച്ചിൽ തീപിടുത്തം, ഫയർഫോഴ്സ് തീയണച്ചു. കടപ്പുറത്ത് പുലുമുട്ടിനടുത്ത് പഴയ പോർട്ട് ഓഫീസ് പരിസരത്താണ് തീപിടുത്തമുണ്ടായത്. ഇന്ന് ഉച്ചയ്ക്ക് 12:30യോടെയായിരുന്നു സംഭവം. ഉണങ്ങിയ പുല്ലിലും കുറ്റിച്ചെടികളിലും തീ പടർന്നു പിടിക്കുകയായിരുന്നു. തീയും പുകയും ഉയർന്നതോടെ നാട്ടുകാർ ആശങ്കയിലായി. ബീച്ചിലെ സുരക്ഷാ ജീവനക്കാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ ഫയർഫോഴ്സ് എത്തി തീയണച്ചു. അന്തരിച്ച ചിത്രകാരൻ മുഹമ്മദ് അലി ആദത്തിന്റെ സ്മരണയ്ക്കായി അന്നമനട ഓഫ് സ്റ്റേജ് ഒരുക്കിയ ഓർമ്മച്ചായം സമൂഹ ചിത്രരചനാ സദസ്സ് ലളിതകലാ അക്കാദമി സെക്രട്ടറി N ബാലമുരളി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് അലിയുടെ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയുകയും ചെയ്തു. പക്ഷേ വളരെ ആത്മാർത്ഥമായി തൻ്റെ മീഡിയത്തെ ഉപയോഗിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിത്വമാണ്. ധാരാളം സൗഹൃദങ്ങളും അതുപോലെ ഭാവി കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹം വ്യാപകമായി. നമ്മുടെ ചോളമണ്ഡലത്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ചു കാലം അദ്ദേഹം ഗൾഫ് കളികളിൽ, അതിനുശേഷം പിന്നെ ഫുൾ ടൈം നമ്മുടെ കേരളത്തിൽ എത്തി അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളായി. എന്തായാലും അദ്ദേഹത്തിന് വേർപാട് നമുക്കൊരു നഷ്ടം തന്നെയാണ്. ഈ അദ്ദേഹത്തിനെ കുറിച്ചുള്ള അനുസ്മരിക്കാനെത്തി ആ ഒരു സമയത്ത് എത്താൻ കഴിയുന്നതിന് ഇനി വളരെ. അന്നമനട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടെസി ടൈറ്റസ് അധ്യക്ഷത വഹിച്ചു. ചിത്രകാരൻ KM മധുസൂദനൻ മുഖ്യാതിഥിയായി. T ശശിധരൻ മുഹമ്മദ് അലി ആദം അനുസ്മരണം നടത്തി. VD പ്രേംപ്രസാദ്, അഡ്വക്കേറ്റ് V വിജയരാമൻ, സുരേഷ് മുട്ടത്തി, ഹാഷിം സാബു, TK സതീശൻ, KA ഇക്ബാൽ, ഷീജ നസീർ, മോഹിനി കുട്ടൻ, അഡ്വക്കേറ്റ് MK ഹക്ക്, TL സുശീലൻ എന്നിവർ സംസാരിച്ചു. ജനുവരി 3-ന് തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ വെച്ച് മഹിളാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. മഹിളാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം മഹിളാ മോർച്ച മാള മണ്ഡലം കമ്മിറ്റി മാള ടൗണിൽ യോഗം നടത്തി. മഹിളാ മോർച്ച ജില്ലാ സമിതി അംഗം നിഷ ബിജു അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന സെക്രട്ടറി രേണു സുരേഷ് ഉദ്ഘാടനം ചെയ്തു. BJP മാള മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രഭാവതി, ലീന സുബ്രൻ തുടങ്ങിയവർ സംസാരിച്ചു.
എന്നുള്ളതാണ് പുള്ളിക്കാരത്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ നിന്ന് പുറത്താക്കിയല്ലോ, ഇനി രക്ഷയില്ല. ഇതാണ് അവസ്ഥ. എന്നെ ശ്രവിക്കുന്ന നല്ലവരായ നാട്ടുകാരായ നിങ്ങൾ അറിയണം, ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ജനിച്ചു വീഴുന്ന കുഞ്ഞിനു മുതൽ പ്രായമായ അച്ഛനും അമ്മയ്ക്കും വരെ എത്തിക്കുന്ന നിരവധി പദ്ധതികള്, അവരുടെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടി സ്കൂളുകള്, കോളേജുകള് ഈ കേരളത്തിന്റെ മണ്ണില് മുഴുവൻ ആളുകളോട് ഒന്നേ പറയാനുള്ളൂ. ഭാരതം ഭരിക്കുന്ന പ്രധാനമന്ത്രി അദ്ദേഹം ഒരു ജനസേവകനാണ്. ഏറ്റവും താഴെയുള്ള ആളുകളിലേക്ക് വരെ ഇറങ്ങി വരാനും അവരുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാനും ചങ്കുറ്റമുള്ള ഒരു പ്രധാനമന്ത്രി ഭാരതം ഭരിക്കുമ്പോ ഈ കേരളത്തിന്റെ മണ്ണില് ഒരു സ്ത്രീകളും ഇനി കരയേണ്ടി വരില്ല, ഒരമ്മമാരും ഇനി തന്റെ മക്കൾക്ക് വേണ്ടി ഉന്നത വിദ്യാഭ്യാസം തേടി പോകേണ്ടി വരില്ല. അന്നമനട ഗ്രാമപഞ്ചായത്ത് മേലടൂർ സൗഹൃദ വയോജന ക്ലബ്ബ് ഗ്രാമോത്സവം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. 2022 ഡിസംബർ 1 തുടക്കം കുറിക്കുന്നു. ഇന്ന് പാളയത്തിലൂടെ 7210 പൊതുച്ചോറുകൾ വിതരണം ചെയ്യുകയും ഏറ്റവും അഭിമാനിക്കാവുന്ന നിമിഷങ്ങൾ. ഒരുപക്ഷെ കേരളത്തിൽ ഇത്രയും നല്ല ഇടപെടലുകൾ നടത്തിയിട്ടുള്ള വയോജന ക്ലബ്ബ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് ഉത്തരം. എല്ലാവരുടെയും വലിയ സൗഹൃദവും കൂട്ടായ്മയും മനുഷ്യ സ്നേഹത്തിൻ്റെ ഒരു ഉറവിടമാണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഒത്തിരി ജനങ്ങളുടെ ഇന്ത്യയിൽ, ഒരുപക്ഷെ കേരളത്തിൽ പട്ടിണിയുള്ളവരുടെ ദരിദ്രരുടെ എണ്ണം പരിശോധിക്കുമ്പോൾ വലിയ ഉണ്ടാവുന്ന ആളുകളെയുണ്ട്. പക്ഷെ ഇന്ത്യയിൽ അതല്ല സ്ഥിതി. 130 കോടി ജനങ്ങളുള്ള രാജ്യമാണ്. പഞ്ചായത്ത് വികസനകാര്യം സ്ഥിരം സമിതി ചെയർമാൻ TK സതീശൻ അധ്യക്ഷത വഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ സമ്മാനദാനം നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് PK മോഹനൻ, മേലടൂർ ഉണ്ണിമിശിഹ ദേവാലയ വികാരി ഫാദർ ജോസ് പാലാട്ടി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടെസി ടൈറ്റസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം OCAB എന്നിവർ സംസാരിച്ചു. മേലടൂരിൽ വ്യാപാര ഭവൻ ഉദ്ഘാടനവും കുടുംബസംഗമവും ജില്ലാ നേതാക്കൾക്ക് സ്വീകരണവും സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഒരാളുടെ ജീവിതത്തിൽ, ഒരു വ്യക്തി ജീവിതത്തിൽ ആ വ്യക്തിക്ക് സ്വന്തമായൊരു ഭവനം ഉണ്ടാകുമ്പോൾ അയാളുടെ ഏറ്റവും വലിയ ജീവിതത്തിലെ ഒരു ലക്ഷ്യമാണ് പൂർത്തീകരിക്കുന്നത്. അതുപോലെ തന്നെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം സംഘടനയ്ക്ക് പ്രവർത്തനങ്ങൾക്കായി കേന്ദ്രീകരിക്കുന്നതിനായി ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടാകുക എന്നുള്ളത് ഓരോ സംഘടനാ പ്രവർത്തകന്റെയും വലിയ ചിന്തകളിലുള്ള കാര്യമാണ്. ഒട്ടേറെ പേർക്ക് അത് കഴിയാറുണ്ട്, ചില ആളുകൾക്ക് കഴിയാറില്ല. എന്നിരുന്നാലും പലരും അതിനായി ശ്രമിക്കുന്നു. ആ ശ്രമത്തിൽ വലിയ വിജയം കൈവരിച്ച ഒരു യൂണിറ്റാണ് മേലടൂർ യൂണിറ്റ്. കാരണം അല്പം അത്ഭുതത്തോടു കൂടിയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഞാനടക്കമുള്ള ജില്ലാ ഭാരവാഹികൾ നോക്കിക്കാണുന്നത്. വളരെ റിമോട്ടായിട്ടുള്ള ഒരു ഗ്രാമപ്രദേശത്ത് വളരെ കുറച്ച് മെമ്പർമാർ മാത്രം, 50-ൽ താഴെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 49. യൂണിറ്റ് പ്രസിഡന്റ് CK ബെന്നി അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി NR വിനോദ് കുമാർ മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടെസി ടൈറ്റസ് ചികിത്സാ സഹായ നിധി വിതരണം നിർവഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ TK സതീശൻ മുൻ പ്രസിഡന്റിനെ ആദരിച്ചു. KA നജ്ജ മുൻ വ്യാപാരികളെ ആദരിച്ചു. CI സിജോ, M ബാലകൃഷ്ണൻ, CC അനിത, പഞ്ചായത്ത് അംഗം KJ ശ്രീജിത്ത്, MB സേതു, ഷിജി ജോൺസൺ, CO ജോണി എന്നിവർ സംസാരിച്ചു. വെണ്ണൂർ സർവീസ് സഹകരണ ബാങ്ക് മേലടൂർ ജീവനം ഇക്കോ സഹകരണ സ്റ്റോറിൽ
ജീവനോത്സവ് 2K23 ആരംഭിച്ചു. ജനുവരി 1 വരെയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. പുഷ്പഫല സസ്യങ്ങളുടെ പ്രദർശനവും വിപണനവും എല്ലാ ദിവസവും വൈകിട്ട് 5 മുതൽ രാത്രി 8 വരെ. ഓരോ ദിവസങ്ങളിലും നാടൻപാട്ട്, വയലിൻ ഫ്യൂഷൻ, DJ നൈറ്റ്, കാർഷിക സെമിനാറുകൾ, മെഡിക്കൽ ലാബ് സേവനം, മണ്ണ് വെള്ളം പരിശോധന, ഫുഡ് കോർട്ട് എന്നിവയാണ് ഒരുക്കിയിരിക്കുന്നത്. പുത്തഞ്ചിറ GUP സ്കൂളിൽ നടന്നുവന്ന സഹവാസ ക്യാമ്പ് മഞ്ഞിൻ കൂടാരം സമാപിച്ചു. സമാപന സമ്മേളനം വാർഡ് മെമ്പർ ജിസ്മി സോണി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സാബു AS അധ്യക്ഷത വഹിച്ചു. KK സുരേഷ്, പ്രധാന അധ്യാപകൻ ബൈജു ആന്റണി, പ്രധാന അധ്യാപിക സുനിത NS, MPTA പ്രസിഡന്റ് വിജിത ദിലീപ്, PTA വൈസ് പ്രസിഡന്റ് KV ശിവൻ, MPTA വൈസ് പ്രസിഡന്റ് ഷിജി ഷൈജു എന്നിവർ സംസാരിച്ചു. മൂക്കാട്ടുകര സെന്റ് ജോർജ് ദേവാലയത്തിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ 13ാം വെള്ളി ദിനാചരണം ആഘോഷിച്ചു. ദിവ്യബലി, നൊവേന, പ്രദക്ഷിണം, ആരാധന, നേർച്ചക്കഞ്ഞി വിതരണം എന്നിവ ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു. ചടങ്ങുകൾക്ക് ഫാദർ ഫ്രാൻസിസ് തലക്കോട്ടൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി ഫാദർ പോൾ പിണ്ടിയാൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ പോൾ മുട്ടത്ത്, ഇടവക കൈക്കാരന്മാരായ കൊച്ചുവർക്കി തരകൻ, ജെൻസൺ ജോസ് കാക്കശ്ശേരി, സോജൻ മഞ്ഞില, വിൽസൺ പ്ലാക്കൽ, പ്രതിനിധി അംഗങ്ങൾ, സംഘടനാ ഭാരവാഹികൾ, പള്ളി ജീവനക്കാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ സൗജന്യ ഡയാലിസിസ് നടത്തുന്നവർക്കായി ആശുപത്രിയിൽ നിന്നും ജീവനോപാധി നൽകുന്നതിന്റെ ഭാഗമായി ഞാറേക്കാടൻ തോമസ് ഭാര്യ ആലീസിന് നൽകിയ പെട്ടിക്കടയുടെ ഉദ്ഘാടനം നടന്നു. സെന്റ് ജെയിംസ് ആശുപത്രി അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ നവീൻ ഊക്കൻ നിർവഹിച്ചു. ഐക്കരക്കുന്ന് സെന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ റിജോ ആലപ്പാട്, ജയമാത കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ മേഴ്സി പുല്ലൻ, സെന്റ് ജെയിംസ് ആശുപത്രി ഓപ്പറേഷൻ മാനേജർ TJ പൗലോസ്, ജോസ് തോമസ് എന്നിവർ സംസാരിച്ചു. ചാലക്കുടി GVHS സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മിറർ നൽകി. ലഹരി വിരുദ്ധ സന്ദേശം ആലേഖനം ചെയ്ത മിറർ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മിനിമോൾ വിദ്യാർത്ഥികളിൽ നിന്നും ഏറ്റുവാങ്ങി. വാർഡ് കൗൺസിലർ BJ ജോജി അധ്യക്ഷനായി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തുന്ന പദ്ധതികൾ ഏവർക്കും മാതൃകയാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ. 28 വയസ്സ് തികഞ്ഞ ജില്ലാ പഞ്ചായത്തിന്റെ 28 കർമ്മ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് അധ്യക്ഷനായി. സമേതം പദ്ധതി രേഖ 2023-24 പ്രകാശനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മന്ത്രിക്ക് കൈമാറി നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, മഞ്ജുള അരുണൻ, റഹീം വീട്ടിപ്പറമ്പിൽ, PM അഹമ്മദ്, ദീപ S നായർ, S ബസന്തലാൽ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ AV വല്ലഭൻ, സെക്രട്ടറി PS ഷിബു, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ ഉപജില്ല കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷൻ 58ാമത് വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. ജില്ലാ പ്രസിഡന്റ് ശ്രീകൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് ഷീന OS അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി സിന്ധു മേനോൻ വിരമിക്കുന്ന പ്രധാന അധ്യാപിക ഗീത NBക്കുള്ള ഉപഹാര സമർപ്പണം നടത്തി. ക്ഷേമ, MB രാഖി, AR സീമ S, ഗീത GP, M ലത, സിസ്റ്റർ സിന്ധു, അമ്പിളിക്കല, ശ്രീ വിശ്വനാഥൻ R, വാസന്തി R, ജയശ്രീ ദാമോദരൻ, ഗീത NB, KM സിജി എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. സംസ്ഥാനത്ത് നാളെ രാത്രി പെട്രോൾ പമ്പുകൾ അടച്ചിടും. ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് ആണ് പ്രതിഷേധിക്കുന്നത്. കൊച്ചി നഗരത്തിലെങ്ങും നടക്കുന്ന പുതുവത്സരാഘോഷങ്ങളിൽ പങ്കെടുക്കാനെത്തുന്നവർക്ക് സുഗമമായ യാത്രയൊരുക്കാനൊരുങ്ങി കൊച്ചി മെട്രോയും. 31 രാത്രി 10:30 ശേഷം 20 മിനിറ്റ് ഇടവിട്ടായിരിക്കും സർവീസ്. തൃശൂർ പൂരം പ്രതിസന്ധി പരിഹരിച്ചു. പ്രതിസന്ധി തീർന്നത് എക്സിബിഷൻ ഗ്രൗണ്ടിന്റെ വാടക കഴിഞ്ഞ തവണത്തെ നിരക്കായ 42 ലക്ഷം മതിയെന്ന് മുഖ്യമന്ത്രി ചർച്ചയിൽ അറിയിച്ചതോടെ
ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.